ഇനി ഉള്ള ഏകദേശമുള്ള 1.5 മണിക്കൂറുകൾ കൂടിയാണ് നിലവിൽ അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ 62% പോളിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. കോട്ടയത്തും ഒരർത്ഥത്തിലൊരു വർധനവ് ഉണ്ടായിരിക്കുന്നു. 67% നിലവിൽ കോട്ടയത്ത് പോളിംഗ് പെർസെൻറ്റേജ് എത്തി നിൽക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഞങ്ങളുടെ പ്രതിനിധി ടി.പി. പ്രശാന്ത് അവിടെ നിന്ന്. പ്രശാന്ത്, വലിയൊരു കുതിച്ചുകയറ്റം നിലവിൽ ഉണ്ടായിട്ടുണ്ടോ? 67% എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം 2010 ഇത് 76 ആയിരുന്നു ടോട്ടൽ പെർസെൻറ്റേജ്. ഏറ്റവും കൂടുതലും കോട്ടയത്താണല്ലോ. തീർച്ചയായും അരുൺ, രാവിലെ മന്ദഗതിയിലായിരുന്നു കോട്ടയത്ത് പോളിംഗ് ആരംഭിച്ചതെങ്കിൽ ഇപ്പോൾ 1.5 മണിക്കൂർ, വോട്ടെടുപ്പ് അവസാനിക്കാൻ 1.5 മണിക്കൂർ ബാക്കി മാത്രം നിൽക്കെ 67% കടന്നിരിക്കുന്നു. മുനിസിപ്പാലിറ്റി മേഖലകളിൽ 6 നഗരസഭാ മേഖലകളിൽ 69.6%, അതുപോലെ പഞ്ചായത്തുകളിൽ 64.9% ഇപ്പോൾ പോളിംഗ്. എന്തായാലും കോട്ടയത്ത് രാവിലെ മന്ദഗതിയിൽ കണ്ട ഒരു പോളിംഗ് ഇപ്പോൾ ഉയർന്നു വരുന്ന കാഴ്ച നമുക്ക് കാണാനാകുന്നു. പൊതുവെ സമാധാനപരമായി തന്നെയാണ് വോട്ടിംഗ് പുരോഗമിക്കുന്നത്. ജില്ലയിൽ 100 പ്രശ്നബാധിത ബൂത്തുകളുണ്ടെങ്കിലും ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴികെ വലിയ ഒരു ക്രമസമാധാന പ്രശ്നങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്തായാലും 67 എന്ന സംഖ്യയിലേക്ക് എത്തുമ്പോൾ 2010 വോട്ടിംഗ് ശതമാനം എന്നുള്ളത് 76%. അതിലേക്ക് എത്താനുള്ള സാധ്യതയിലേക്കാണ് ഇപ്പോൾ ഈ ഒരു പോളിംഗ് ശതമാനം ഉയർന്നു പോകുന്നത് എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്തായാലും 5399 സ്ഥാനാർത്ഥികളാണ് ജനഹിതം തേടി ഇറങ്ങിയിരിക്കുന്നത്. 1344 വാർഡുകളിലായി 2331 പോളിംഗ് ബൂത്തുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. സുരക്ഷയുടെയും മറ്റും കാര്യത്തിനായിട്ട് 4200ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരിക്കുന്നു. പോളിംഗ് ശതമാനം എന്തായാലും 1.5 മണിക്കൂർ ആകുമ്പോഴേക്കും ആ 2010 പെർസെൻറ്റേജിലേക്ക് എത്തും എന്ന് തന്നെയാണ് ഒരു നിരീക്ഷകരുടെ വിലയിരുത്തൽ. പ്രശാന്ത്, ഒരു കാര്യം കൂടി, കാരണം ഓരോ മണ്ഡലത്തെ നമ്മൾ ഓരോ ജില്ലയെ പ്രത്യേകമായി പരാമർശിക്കുമ്പോൾ അതിൽ ചില മണ്ഡലങ്ങൾ, ചില ഡിവിഷനുകൾ വളരെ കൃത്യമായി ആ മേഖലകളിലെ പോളിംഗ് പെർസെൻറ്റേജ് അറിയാൻ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ടാകും. പ്രത്യേകിച്ച് ജോർജിൻ്റെ സ്വന്തം മണ്ഡലമായ പൂഞ്ഞാർ, അവിടെ പൂഞ്ഞാർ ഡിവിഷനിലേക്ക്, ഒപ്പം പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തുകളിൽ അടക്കമുള്ള ഒരു വലിയ വിഭാഗം വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. ഒപ്പം SNDP BJP ബാന്ധവം ഉണ്ട് എന്ന് അവർ അവകാശപ്പെടുന്ന കുമരകമടക്കമുള്ള മേഖലകളിൽ എങ്ങനെയാണ് നിലവിൽ പോളിംഗ് പെർസെൻറ്റേജ് പുരോഗമിക്കുന്നത്? അവിടെ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സൂചനകളോ വിവരങ്ങളോ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? പടിഞ്ഞാറൻ മേഖലകളിൽ ഉച്ചയോടുകൂടി തന്നെ നല്ലൊരു രീതിയിലേക്കുള്ള ഒരു വോട്ടർമാരുടെ ഒഴുക്കായിരുന്നു. പ്രത്യേകിച്ച് കോട്ടയം നഗരസഭ ഉൾപ്പെടുന്ന 25-ാം വാർഡിൽ, അതായത് കുമരകത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായിട്ടുള്ള 25-ാം വാർഡിൽ ഉച്ചവരെ വലിയൊരു രീതിയിലുള്ള പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഏതാനും ചില വോട്ടർമാർ മാത്രമേ വോട്ട് ചെയ്യാനുള്ളൂ എന്ന കണക്കുകളൊക്കെയാണ് പുറത്തു വരുന്നത്. ഒപ്പം ഈരാറ്റുപേട്ട നഗരസഭയിൽ 17-ാം വാർഡിൽ 73% പോളിംഗ് ആയിരുന്നു 2 മണി വരെ ഉണ്ടായിരുന്നത്. അതായത് പോളിംഗ് ശതമാനം വലിയ രീതിയിൽ വർദ്ധിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന തന്നെയാണ് കാണുന്നത്. ഇത്തരത്തിൽ പൂഞ്ഞാറിലായാലും അതുപോലെ തന്നെ കുമരകം മേഖലയിലും വൈക്കം മേഖലയിലെല്ലാം തന്നെ വോട്ടിംഗ് പെർസെൻറ്റേജ് വലിയ രീതിയിൽ ഉയർന്നു വരുന്നു. എന്തായാലും 76% എന്നതിലേക്ക്, അതായത് 2010 76% എന്നതിലേക്ക് വീണ്ടും ഉയരാനുള്ള ഒരു സാധ്യതയിലേക്കാണ് ഇപ്പോഴുള്ള ഈ കണക്കുകൾ വിരൽ ചൂണ്ടുന്നത്. എന്തായാലും 1.5 മണിക്കൂർ ഇനിയും ബാക്കിയുണ്ട്. നിരവധി, അതായത് വോട്ടർമാരെ എല്ലാം തന്നെ വോട്ടിംഗ് കേന്ദ്രത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു മുന്നണികൾ നടത്തിയിട്ടുള്ള പ്രചരണം വളരെ ശക്തമായിരുന്നു എന്ന് തന്നെ വേണം കണക്കാക്കാൻ. പ്രത്യേകിച്ച് നിരവധി രാഷ്ട്രീയ സംഭവവികാസങ്ങൾ കോട്ടയത്ത് ചർച്ച ചെയ്യപ്പെട്ടു. പ്രധാനമായിട്ടും LDF കൺവീനർ വൈക്കം വിശ്വൻ, അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്നിവരുടെ ജില്ല കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു പോരാട്ടമായിരുന്നു നടന്നിട്ടുള്ളത്. ഒപ്പം കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള ബാർക്കോഴ വിഷയങ്ങളടക്കമുള്ള കേസുകൾ, അങ്ങനെ നിരവധി വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഗോതയിലെ പ്രത്യേകിച്ച് കോട്ടയത്ത് നടന്ന ചർച്ചാ വിഷയങ്ങൾ. അതുകൊണ്ട് തന്നെ വോട്ടർമാർ ഇക്കാര്യത്തിൽ ജനവിധി നിർണ്ണയിക്കാൻ തന്നെയാണ് ബൂത്തുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു കാഴ്ച 1.5 മണിക്കൂറിൽ ഒരുപക്ഷെ പോളിംഗ് പെർസെൻറ്റേജിൽ ഗണ്യമായിട്ടുള്ളൊരു വർധനവ് തന്നെ ഉണ്ടാകും. ഇത്തരം സംഭവവികാസങ്ങൾ സൂചിപ്പിക്കുന്നതും അതുതന്നെയാണ്. ഞങ്ങളുടെ പ്രതിനിധി ടി.പി. പ്രശാന്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കോട്ടയത്ത് നിലവിൽ 67% ആണ് പോളിംഗ് എന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇത് 76 ആയിരുന്നു 2010. പ്രത്യേകിച്ച് കോട്ടയത്തെ സംബന്ധിച്ച് ഏറെ ശ്രദ്ധേയമായ മത്സരങ്ങൾ കൂടി നടക്കുന്നുണ്ട്. ബാർക്കോഴയുടെ അനുരണനങ്ങൾ, പ്രതിഫലനങ്ങൾ ഏറ്റവും ശക്തമായി പ്രതിഫലിക്കുന്ന ജില്ല എന്ന നിലയിൽ കൂടി കാടിളക്കിയുള്ള പ്രചരണത്തിന് അവസാന വട്ടം പോലും മാണിയും ഒപ്പം കുടുംബവും ആകെ ശ്രമിച്ചതാണ്. അവസാന വട്ടം പോലും ആ തരത്തിൽ കൂടി ഏറ്റവും ശ്രദ്ധേയമായി വിലയിരുത്തേണ്ടതാണ്. ഒപ്പം PC ജോർജിൻ്റെ സെക്യുലർ പാർട്ടി എത്രത്തോളം മേഖലകളിൽ നിർണായകമാകും, എത്രത്തോളം വോട്ട് പിടിക്കാൻ സാധിക്കും, അവരുടെ രാഷ്ട്രീയ ഭാവി സംബന്ധിച്ച അന്തിമ സൂചകങ്ങൾ കൂടി നൽകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, ആ നിലയിൽ കൂടി വളരെ കൃത്യമായി അവിടെ നിന്നുള്ള വിവരങ്ങൾ പ്രേക്ഷകർ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നു കൂടിയുണ്ട്.